ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് കണ്ടീഷനിൽ പല ഇൻവെസ്റ്റേഴ്സിനും തോന്നുന്ന ഡൗട്ടാണ്, ഞാൻ SIP ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്യണോ അതോ സ്റ്റോപ്പ് ചെയ്യണോ, അതല്ല ഇത്രയും നാളും ചെയ്ത പൈസ വേഗം തിരിച്ചങ്ങോട്ട് എടുത്ത് സേഫ് ആയിരിക്കണം എന്നുള്ളത്. ഈ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാം. മൈസെൽഫ് നിതിൻ നായർ ആൻഡ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഫിനാൻസ് ബൈ നിതിൻ. കഴിഞ്ഞൊരു 6 മാസമായിട്ട് മാർക്കറ്റ് ക്ലിയർലി ഒരു ഡൗൺ ട്രെൻഡിലാണ് താനും. അതുകൊണ്ട് തന്നെ പല ഇൻവെസ്റ്റേഴ്സിനും ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും പൈസ നഷ്ടം വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെയാണ് ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഹെഡ് പൊസിഷൻ ഒരാളുടെ ഒരു അഭിപ്രായം വന്നത്. അത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും കഴിഞ്ഞൊരു 5 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ആ ലാഭം നിങ്ങൾ വേഗം ബുക്ക് ചെയ്തോളൂ. കാരണം ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ കുറച്ച് മിഡ് ക്യാപ്പിനെയും സ്മോൾ ക്യാപ്പിനെയും ഗ്രോത്ത് കുറവായിരിക്കും. അതേപോലെ തന്നെ ഒരു 20 കൊല്ലം എന്നൊരു ഫ്രെയിം വർക്കിൽ SIP ചെയ്യാൻ ചിന്തിക്കുകയാണെങ്കിൽ മാത്രം മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും കൺസിഡർ ചെയ്താൽ മതി എന്നുള്ളത്. ഓൾറെഡി മാർക്കറ്റ് നെഗറ്റീവ് സെന്റിമെന്റ് ആയിരുന്നു. പല ഇൻവെസ്റ്റേഴ്സിനും SIP കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡൗട്ടിലിരിക്കുന്ന സമയത്താണ് ഈ ഒരു പോസ്റ്റ് വന്നത്. ഇത് വന്നതും എന്തായി, വളരെയധികം പാനിക് സെല്ലിംഗ് നടക്കുകയും ചെയ്തു. ഇന്ത്യൻ മാർക്കറ്റ് താഴോട്ട് വീണതിൽ തന്നെ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഒരുപാട് താഴോട്ട് വീഴുകയും ചെയ്തു. പല ഇൻവെസ്റ്റേഴ്സിനും പോർട്ട്ഫോളിയോ നല്ല രീതിയിൽ ചോപ്പായി മാറി നിന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ജാനുവരി മാസത്തിൽ സ്മോൾ ക്യാപ്പിലും അതേപോലെ തന്നെ മിഡ് ക്യാപ്പിലും വന്നിരിക്കുന്ന ഇൻഫ്ലോ വളരെയധികം കൂടുതലാണ്. ക്യാഷ് ഇൻഫ്ലോ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ SIP ലംസമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഡിസംബറിനെക്കാട്ടിലും സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും അതേപോലെ തന്നെ ലാർജ് ക്യാപ്പിലും കൂടുതൽ ക്യാഷ് ഇൻഫ്ലോ ജാനുവരി മാസത്തിൽ മാത്രം വന്നിട്ടുണ്ട്. സോ എന്തൊക്കെ തരത്തിൽ പാനിക് സെല്ലിംഗ് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മേ ബി SIP ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും, മേ ബി പൈസ എടുത്തിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ പുതിയതായിട്ടുള്ള ന്യൂ ഇൻവെസ്റ്റേഴ്സ് വീണ്ടും അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഡിസംബറിനെക്കാട്ടിലും കൂടുതൽ ഇൻഫ്ലോ, ക്യാഷ് ഇൻഫ്ലോ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ജാനുവരി മാസത്തിൽ വന്നതും. നമ്മൾ ഈ ക്യാഷ് ഇൻഫ്ലോ കൂടിയെന്ന് പറയുമ്പോൾ തന്നെ അറിഞ്ഞിരിക്കേണ്ട 2-3 കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ആദ്യം വരുന്ന 100 കമ്പനീസിനെ നമ്മൾ ലാർജ് ക്യാപ്പ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് വരുന്ന 150 കമ്പനീസിനെ നമ്മൾ മിഡ് ക്യാപ്പ് എന്ന് പറയും. അത് കഴിഞ്ഞ് വരുന്ന 250 കമ്പനീസിനോ സ്മോൾ ക്യാപ്പ് എന്നും പറയും. സോ ഇവിടെ കഴിഞ്ഞൊരു 2-3 കൊല്ലമായിട്ട് നല്ല രീതിയിൽ ക്യാഷ് ഇൻഫ്ലോ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും വന്നിട്ടുണ്ട്. നമുക്ക് എക്സാമ്പിൾ എടുക്കാം. മിഡ് ക്യാപ്പ് എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ 2-3 കൊല്ലത്തിൽ വന്നിരിക്കുന്ന ക്യാഷ് ഇൻഫ്ലോ വളരെ അധികം ഹ്യൂജ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും എത്രത്തോളം ക്യാഷ് ഇൻഫ്ലോ വന്നു കഴിഞ്ഞാലും ഈ ഫണ്ട് എല്ലാം ഇൻവെസ്റ്റ് ആവാൻ പോകുന്നത് മിഡ് ക്യാപ്പിൽ കിടക്കുന്ന വെറും 150 കമ്പനീസിൽ മാത്രമാണ്. അപ്പോൾ ഒരുപാട് ഫണ്ട് ഈ മിഡ് ക്യാപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ മേലോട്ട് പോവുകയും ചെയ്യും. ഓട്ടോമാറ്റിക്കലി ഇതിന്റെ പ്രൈസ് എന്താവും, ഓവർ വാല്യൂഡ് എന്ന പ്രൈസിലേക്ക് മൂവ് ആവുകയും ചെയ്യും. അതായത് ഒരുപാട് ആൾക്കാർ ഒരു പ്രൊഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഓവർ വാല്യൂഡിലേക്ക് പോവുകയും ചെയ്യും. അതേപോലെ തന്നെ ആ ഒരു പോയിന്റിൽ പുതിയൊരു ഇൻവെസ്റ്റർ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവാൻ പോകുന്ന റിസ്ക് ആ ഇൻവെസ്റ്ററിനും വളരെയധികം കൂടുതലാണ്. കഴിഞ്ഞൊരു 5 കൊല്ലമായിട്ട് മിഡ് ക്യാപ്പിന്റെ PE റേഷ്യോ ആവറേജ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 31 പക്ഷെ കറന്റ് മിഡ് ക്യാപ്പിന്റെ ഇപ്പോഴത്തെ PE റേഷ്യോ എന്ന് പറയുന്നത് 35 അതായത് മാർക്കറ്റ് ഡൗൺ ആയതിനു ശേഷം പോലും ഇപ്പോഴും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, മിഡ് ക്യാപ്പ് എന്ന സെക്ടറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോഴും ഓവർ വാല്യൂഡ് ആണ്. ഇതേ കേസ് തന്നെയാണ് സ്മോൾ ക്യാപ്പിലുള്ളത്. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് സ്മോൾ ക്യാപ്പിന്റെ PE റേഷ്യോ എന്ന് പറയുന്നത് 25 പക്ഷെ സ്റ്റിൽ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് വന്നതിന് ശേഷം പോലും അവരുടെ PE റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പോഴും 28 അതായത് മാർക്കറ്റ് ഡൗൺ ആയതിനു ശേഷം പോലും ഇപ്പോഴത്തെ കറന്റ് വാല്യൂ ആവട്ടെ മിഡ് ക്യാപ്പിനാണെങ്കിലും അതേപോലെ തന്നെ സ്മോൾ ക്യാപ്പിനാണെങ്കിലും സ്റ്റിൽ അത് ഓവർ വാല്യൂഡ് തന്നെയാണ്. പൊതുവേ നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ലൊരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഇപ്പോൾ അത്യാവശ്യം ഒരു അണ്ടർ വാല്യൂഡ് ആണെന്നാണെങ്കിൽ നമ്മളത് മേടിക്കാൻ വലിയ രീതിയിൽ താല്പര്യം കാണിക്കില്ല. കാരണം നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ ഇതിപ്പോൾ അണ്ടർ വാല്യൂഡ് ആണ്, വലിയ രീതിയിൽ ഗ്രോത്ത് ഒന്നും വരാൻ പോകുന്നില്ല, വെറുതെ ഞാൻ ഇതിനവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ സാധനം മേടിക്കില്ല. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് നല്ല രീതിയിൽ മൂവ്മെന്റ് വന്നു കഴിഞ്ഞ് മേലോട്ട് പോയി കഴിഞ്ഞ് ഒരു ഓവർ വാല്യൂഡ് പ്രൈസിൽ എത്തുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കുന്നത് ഇത് കൊള്ളാം, ഡൗണിൽ നിന്നുകൊണ്ട് ഇത്രത്തോളം മൂവ്മെന്റ് വന്നു, അപ്പോൾ ഇവിടെ നിന്ന് ഇനി അത് വീണ്ടും മേലോട്ട് പോവാന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ വാങ്ങാൻ താല്പര്യം കാണിക്കും. പക്ഷെ നമ്മൾ അറിയേണ്ട പോയിന്റ്, നമ്മൾ ഈ ഒരു പോയിന്റിൽ മേടിക്കാൻ നിൽക്കുമ്പോൾ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഓവർ വാല്യൂഡ് ആണ്. അതായത് അണ്ടർ വാല്യൂഡ് ഇരുന്നൊരു സാധനം നമ്മൾ മൂവ്മെന്റ് വരില്ല എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ വാങ്ങിയതുമില്ല. ഈ സാധനം നല്ല രീതിയിൽ മേലോട്ട് പോയി ഒരു ഓവർ വാല്യൂഡ് പ്രൈസ് ആകുമ്പോഴോ നമ്മൾ ഇനി അത് മേലോട്ട് പോവാവും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കയറി ഇൻവെസ്റ്റ് ചെയ്യും. സോ ഈ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ആണ് പല ഇൻവെസ്റ്റേഴ്സിനും നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റാതെ നെഗറ്റീവ് റിട്ടേൺസിലേക്ക് കൊണ്ടുപോകുന്നതും. ഇതേ കാര്യം ഒരു റിയൽ ടൈം എക്സാമ്പിളായി നോക്കുകയാണെന്നാണെങ്കിൽ, ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി അതിന്റെ വാല്യൂ ഒരു 10 ലക്ഷമാണ്. പക്ഷെ ആരൊക്കെ അവിടെ ഹൈപ്പ് കൊടുത്തു, അവിടെ NH വരാൻ പോകുന്നുണ്ട്, സ്കൂൾ വരാൻ പോകുന്നുണ്ട്, ബാങ്ക് വരാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരുപാട് ന്യൂസ് കൊടുത്തപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ 10 നിന്ന് ഒരു 20 ലക്ഷത്തേക്ക് പോയി. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സംഭവം, ഈ ഒരു വാല്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരിക്കലും സസ്റ്റെയിൻ ചെയ്യാൻ പോകുന്നതല്ല, ഒരു പോയിന്റ് ഇത് താഴോട്ട് ട്രിഗർ ആവുന്നുള്ളത്. അതേ സിനാരിയോ ആണ് ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സാധനത്തിന്റെ വാല്യൂ നല്ല രീതിയിൽ ഓവർ വാല്യൂഡ് ആയി കഴിഞ്ഞു. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു അതൊരു ബബിളാണ്, ഒരു ട്രിഗർ വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആവുന്നുള്ളത്. ആ ഒരു ട്രിഗർ വന്നു കഴിഞ്ഞതും തീർച്ചയായിട്ടും അതിന്റെ വാല്യൂ താഴോട്ട് വന്നുകയും ചെയ്തു. ഇത് മാത്രമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ആസ് ഓഫ് നൗ നടന്നിട്ടുള്ളത്.
ഈ ഒരു പോയിന്റിൽ നമ്മൾ വീണ്ടും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണോ സ്റ്റിൽ അണ്ടർ വാല്യൂഡ് പ്രൈസ് ഉള്ളത് നമ്മളത് വീണ്ടും വാങ്ങാൻ താല്പര്യം കാണിക്കില്ല. അതിന് എക്സാമ്പിൾ നിഫ്റ്റി 50 എന്നൊരു ഇൻഡെക്സ് ഫണ്ട്. ഓക്കെ, ഈ നിഫ്റ്റി 50യുടെ പി റേഷ്യോ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 കൊല്ലത്തിന് അതിന്റെ പി റേഷ്യോ ഏതാണ്ട് 25 അടുത്താണ്. പക്ഷെ കറന്റ് അതിന്റെ പി റേഷ്യോ എന്ന് പറയുന്നത് വെറും 20.52 ആണ്. അതായത് കഴിഞ്ഞ 5 കൊല്ലത്തിനേക്കാളും താഴെ ഒരു പി റേഷ്യോയിലാണ് നിഫ്റ്റി 50 ഇരിക്കുന്നത്. അതായത് ഇപ്പോൾ അണ്ടർ വാല്യൂഡ് ആണ്. സോ തീർച്ചയായിട്ടും ഇപ്പോൾ നിഫ്റ്റി 50യോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഏതെങ്കിലും ലാർജ് ക്യാപ് ഫണ്ടിൽ നിങ്ങൾ വാങ്ങാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ടെന്നാണെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് വരും. കാരണം അത് അണ്ടർ വാല്യൂഡ് പ്രൈസിലാണ്. മാർക്കറ്റ് ഒരു മൂവ്മെന്റ് വന്നു കഴിഞ്ഞും ഇതിനുണ്ടാവാൻ പോകുന്ന ലാഭം എന്ന് പറയുന്നത് വളരെയധികം ഹ്യൂജുമായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് മിഡ് ക്യാപ്പിനേക്കാളും സ്മോൾ ക്യാപ്പിനേക്കാളും വളരെയധികം സേഫ് ആയിട്ട് റിട്ടേൺസ് കിട്ടാൻ എപ്പോഴും പറ്റുന്ന ഒരു ഓപ്ഷനാണ് ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നതും. സോ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മേ ബി ഡൗട്ട് തോന്നിയേക്കാം, ഇത്രത്തോളം മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഓവർ വാല്യൂഡ് ആണെന്നാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രത്തോളം കാലം അത് താഴെ വരേണ്ട വീണ്ടും മേലോട്ട് പോയി എന്നുള്ളത്. അതായത് ഒരു ബബിൾ ക്രിയേറ്റ് ആയി എന്നാണെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിൽ ഒരു ട്രിഗർ നടന്നാൽ മാത്രമായിരിക്കും അവിടെ മാർക്കറ്റിൽ ഒരു കറക്ഷനോ അല്ലെങ്കിൽ ക്രാഷോ ഉണ്ടാവുന്നത്. സോ ഇവിടെ നടന്നൊരു ട്രിഗർ എന്ന് പറയുന്നത് അമേരിക്കയിലെ ട്രംപ് ജയിച്ചതും അവിടെ വളരെയധികം പോളിസി ചേഞ്ചസ് കൊണ്ടുവരികയും ചെയ്തു. അതേപോലെ തന്നെ INR to US ഡോളറിന്റെ വാല്യൂ നല്ലോണം താഴോട്ട് വരാനും തുടങ്ങി. അതായത് FII ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിന് തന്നെ വളരെയധികം മൂവ്മെന്റ് കൊണ്ടുവരുത്താൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ആൾക്കാർ തന്നെയാണ് FIIസും അതേപോലെ തന്നെ DIIസും. സോ അവർ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഏതാണ്ട് 12 to 15% വരെ റിട്ടേൺസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു റിട്ടേൺസ് കിട്ടിക്കഴിഞ്ഞാൽ പോലും INR to US ഡോളറിന്റെ ഡിപ്രിസിയേഷൻ ഒരു 4 to 5% ആണ് എല്ലാ കൊല്ലവും നടന്നുകൊണ്ടിരിക്കുന്നത്. സോ സപ്പോസ് അവർക്ക് ഒരു 13% റിട്ടേൺസ് കിട്ടിക്കഴിഞ്ഞാൽ പോലും ഈ ഡിപ്രിസിയേഷൻ കാരണം അവർക്ക് കിട്ടുന്ന വാല്യൂ മേ ബി ഒരു 10%, 9% മാത്രമായിരിക്കും. അതിൽ നല്ലൊരു പാർട്ട് ഗവൺമെന്റ് ടാക്സും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആകെ കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് മേ ബി 6%, 7% അല്ലെങ്കിൽ മാക്സിമം 8% ആയിരിക്കും. സോ അവിടെ പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇത്രത്തോളം റിസ്ക് എടുത്ത് ഇൻവോൾവ് ചെയ്ത് ഇത്ര ചെറിയ റിട്ടേൺസ് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നാണെങ്കിൽ അവർ ഇന്ത്യൻ മാർക്കറ്റിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഫുൾ അവിടെ നിന്ന് വിഡ്രോ ചെയ്യാൻ നോക്കും, വേറെ ഏതെങ്കിലും സേഫ് ആയിട്ടുള്ള മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കും. സോ ഇങ്ങനെ ഒരു ഫണ്ട് അവിടെ നിന്ന് ഔട്ട്ഫ്ലോ ചെയ്യുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല രീതിയിലൊരു കറക്ഷൻ സംഭവിക്കും. ആ കറക്ഷന്റെ ഫേസ് ആണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. സോ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ മേലോട്ട് പോവുക, അതേപോലെ തന്നെ പോളിസി ചേഞ്ചസിൽ കുറച്ച് ബെറ്റർ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റും റിക്കവർ ആവുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരിക്കലും മേലോട്ട് മാത്രം പോകാൻ ഡിസൈൻ ചെയ്ത് വെച്ചതല്ല. അത് ഓവർ വാല്യൂഡ് ആവും, അണ്ടർ വാല്യൂഡ് ആവും, ഇതുപോലെ ബബിൾ ക്രിയേറ്റ് ആകുമ്പോൾ ഒരു ട്രിഗർ ആയിട്ട് മാർക്കറ്റ് കറക്ഷനോ ക്രാഷോ ആയിട്ട് വരും, വീണ്ടും മാർക്കറ്റ് റിക്കവർ ആയിട്ട് വീണ്ടും മേലോട്ട് പോവുകയും ചെയ്യും. ഇതെല്ലാം മാർക്കറ്റ് സൈക്കിളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ട് ആൻഡ് പാർട്സ് ഓഫ് ദ ഗെയിം മാത്രമാണ്. ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SIP ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യണോ അതോ ഫെർദർ കണ്ടിന്യൂ ചെയ്യണോ എന്നാണെങ്കിൽ വളരെ സിമ്പിളായി പറയാം, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു ഒരു 6 മാസമോ 8 മാസം മുമ്പാണെങ്കിൽ. ഇപ്പോൾ നിങ്ങൾ ഇനി സ്റ്റോപ്പ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള കാര്യവുമില്ല. കാരണം മാർക്കറ്റ് ഓൾറെഡി ആ ഓൾ ടൈം ഹൈയിൽ നിന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പോർഷൻ ഒരു കറക്ഷനെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഫേസ് ആണ്. സോ ഇപ്പോൾ നമ്മളിവിടെ ഫെർദർ ഇൻവെസ്റ്റിംഗ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ആവറേജിങ് നടക്കില്ല. സോ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഒരു ഫാക്ടേഴ്സും ഒന്നും നോക്കാതെ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന SIP അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. പറ്റുമെന്നാണെങ്കിൽ സ്മോൾ ക്യാപ്പിന്റെയും മിഡ് ക്യാപ്പിന്റെയും എക്സ്പോഷർ ഒന്ന് ചെറുതായി കുറച്ച് ലാർജ് ക്യാപ്പിലേക്ക് കൂടുതൽ കൊടുക്കുന്നവരും നല്ലതാണ്. ആൻഡ് അതേപോലെ തന്നെ ഒരു ബിഗിനറാണ് നിങ്ങളെങ്കിൽ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും നിങ്ങൾ ഇപ്പോൾ തന്നെ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ലാർജ് ക്യാപ്പ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു കൊല്ലം 2 കൊല്ലം കഴിഞ്ഞ് നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടിക്കഴിഞ്ഞ് ആ ഒരു കോൺഫിഡൻസ് കിട്ടിയതിനു ശേഷം മാത്രം സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ വളരെയധികം കോമൺ നടക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, പല ഇൻവെസ്റ്റേഴ്സും പറയും ഞാൻ 10 കൊല്ലം 20 കൊല്ലത്തേക്കാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് കണ്ടീഷൻ എനിക്കൊരു വിഷയമല്ല എന്ന് പറഞ്ഞാൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങൾ ആ ഒരു പെർസ്പെക്റ്റീവിലാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം കഴിഞ്ഞ് മാർക്കറ്റ് ചെറിയൊരു കറക്ഷൻ വന്നു കഴിഞ്ഞു, അവരുടെ പോർട്ട്ഫോളിയോ ചോപ്പാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പാനിക് ആവുകയും ചെയ്യും, സെൽ ഓഫ് ചെയ്ത് പോവുകയും ചെയ്യും. കറക്റ്റ് നമ്പേഴ്സ് വെച്ച് പറയുകയാണെങ്കിൽ സെബിയുടെ നമ്പർ പ്രകാരം 10-15 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ 3 കൊല്ലത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ വളരെയധികം കുറവാണ്. സോ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലോങ് ടേമിലേക്ക് ടാർഗറ്റ് ചെയ്യുക. വളരെയധികം റിസ്ക് ഉള്ള സ്മോൾ ക്യാപ്പിൽ പോലും നിങ്ങൾ 10 കൊല്ലത്തിന് മേലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മിനിമം റിട്ടേൺസ് എന്ന് പറയുന്നത് മിനിമം 8% മേലെയെങ്കിലും ആയിരിക്കും. അതായത് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള സ്മോൾ ക്യാപ്പിൽ പോലും നിങ്ങൾ 10 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുന്ന മിനിമം റിട്ടേൺസ് 8% ആണെന്നാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ ലോങ് ടേമിലേക്ക് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടിപൊളി റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുമെന്നതിൽ ഒരു തരത്തിലുള്ള ഡൗട്ടും ഇല്ല. സോ SIP ചെയ്യണോ സ്റ്റോപ്പ് ചെയ്യണോ ഡൗട്ട്സ് ഒക്കെ മാറ്റി നിർത്തി മാർക്കറ്റ് ഏതാണ്ട് ഓൾ ടൈം ഹൈയിൽ നിന്ന് കുറച്ച് താഴോട്ട് വന്നൊരു സ്പോട്ട് തന്നെയാണ്. സോ ഇവിടെ നിന്ന് ഫെർദർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ SIP തീർച്ചയായിട്ടും ഫണ്ട് ആവറേജിങ് നടക്കുകയും ചെയ്യും, ലോങ് ടേമിലേക്ക് നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടുകയും ചെയ്യും. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് വേണമെന്നാണെങ്കിൽ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം.